നമസ്കാരം, യമുനാസ് ഫിസിക്സിലേക്ക് സ്വാഗതം. നമുക്കൊരു പുതിയ പാഠം ആണ് ഇന്ന് ആരംഭിക്കുന്നത്. വേവ്സ്. വേവ് എന്നുള്ള പദം നമുക്ക് സുപരിചിതമാണ്. തിരമാല എന്നാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു വിഷയം. അപ്പോൾ നമ്മൾ വളരെ സാധാരണഗതിയിൽ ഒരു വേവ് ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഒന്നുമില്ല, ഒരു കുളത്തിലേക്ക് നമ്മൾ ഒരു കല്ലെടുത്തിടുകയാണ്. ഇതാ ശ്രദ്ധിച്ചോളൂ, ഒരു കുട്ടി അവിടെ നിന്ന് കുളത്തിലേക്ക് ഒരു കല്ലെടുത്തിടുകയാണ്. കല്ലെടുത്തിടുമ്പോൾ എന്താ കാണുന്നത്? ആ വെള്ളത്തിന്റെ പ്രതലത്തിൽ എന്താ കാണുന്നത് നോക്കിയേ, ഓളങ്ങൾ അല്ലേ, ഓളങ്ങൾ. അപ്പൊ അതിന്റെ മുകളിലേക്ക് ഒരു ഇല വന്ന് വീണപ്പോ ആ ഇലയുടെ അനക്കം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഇതാ കാണുന്നുണ്ടോ? അപ്പോ വീണ്ടും പറയുന്നു, ഒരു കല്ലെടുത്തിട്ടപ്പോൾ നിശ്ചലമായിരുന്ന വെള്ളം, ചലിക്കാത്ത വെള്ളം, വെള്ളം ചലിക്കുന്നുണ്ടായിരുന്നില്ല. ആ ചലിക്കാത്ത വെള്ളം ചലിച്ചു തുടങ്ങി. അപ്പോൾ ആ ചലനം, അതിനെയാണ് നമ്മൾ വേവ് എന്നുള്ള പദം കൊണ്ട് ഉപയോഗിക്കാറ്. ഈ കോൺസെൻട്രിക് ആയിട്ടുള്ള സർക്കിൾസ് ആ പ്രതലത്തിലുണ്ടായി. അപ്പൊ നമുക്കറിയാം, ഈ വെള്ളം, ഈ പോണ്ട് അങ്ങനെ തന്നെ, ഈ ബ്ലൂ കളർ മുഴുവൻ സർഫസും സ്റ്റില്ലാണ്. ഈ വെള്ളം ചലിക്കുന്നതേ ഇല്ല. വെള്ളം ചലിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വെള്ളം ചലിക്കുന്നില്ല എന്നുള്ളതല്ല, വെള്ളം ഒഴുകുന്നില്ല. വെള്ളം ഒഴുകുന്നില്ല. ഇത് കാരണം കെട്ടിക്കിടക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഇത് ഒഴുകുന്നില്ല. ഒരു പുഴ പോലെയോ ഒരു തോട് പോലെയോ ഒരു അരുവി പോലെയോ ഇത് ഒഴുകുന്ന വെള്ളമല്ല, കെട്ടിക്കിടക്കുന്ന വെള്ളമാണ്. അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചത്? അപ്പോ നമ്മൾ വേവ് എന്ന് പറയുന്നതിന്റെ കൺസെപ്റ്റ്, വെൻ വി ഡ്രോപ്പ് എ സ്റ്റോൺ ഇൻ ദ വാട്ടർ, വേവ്സ് ആർ ഫോംഡ് ഇൻ കോൺസെൻട്രിക് സർക്കിൾസ്. നമ്മൾ വളയങ്ങൾ പോലെ കണ്ടില്ലേ, കല്ലിട്ടപ്പോ കണ്ടില്ലേ, ഇതാ കോൺസെൻട്രിക് ആയിട്ടുള്ള സർക്കിൾസ് കണ്ടില്ലേ, വട്ടം വട്ടം. ആൻഡ് പ്രൊപ്പഗേറ്റ് ഫ്രം വൺ പോയിന്റ് ടു അനദർ വിത്തൗട്ട് ദ ആക്ച്വൽ ഫിസിക്കൽ ട്രാൻസ്ഫർ. ഫിസിക്കൽ ട്രാൻസ്ഫർ, ആക്ച്വൽ ഫിസിക്കൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഈ വെള്ളം അങ്ങനെ തന്നെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റപ്പെടുന്നില്ല. പക്ഷേ, അല്ലെങ്കിൽ ഫ്ലോ ഓഫ് മാറ്റർ, മാറ്റർ എന്ന് പറഞ്ഞാൽ പദാർത്ഥം, ഈ വെള്ളം ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റപ്പെടുന്നില്ല. പക്ഷേ നമുക്കറിയാം, ഇവിടെ എന്തോ ഒരു സാധനം, നമ്മൾക്ക് കണ്ടിട്ട് മനസ്സിലാവാത്ത എന്തോ ഒന്ന് ഇവിടെ ചലിക്കുന്നുണ്ട്. അതാണ് ഈ കോൺസെൻട്രിക് ആയിട്ടുള്ള സർക്കിൾസ് ഉണ്ടാക്കിയത്. അപ്പോൾ ആ വെള്ളം മൊത്തത്തിൽ ഒഴുകാതെ തന്നെ ഇവിടെ എന്തോ ഒരു ചലനം സംഭവിച്ചു. ആ ചലനം എന്തോ, അതിന് പറയുന്ന പേരാണ് വേവ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വേവ് എന്ന് പറയുന്നത് എന്താണ്? സത്യത്തിൽ ഈ കല്ലുണ്ടാക്കിയ ഡിസ്റ്റർബൻസ് ആണ്. കല്ലിവിടെ വന്ന് വീണപ്പോൾ ആ സ്ഥലത്തെ മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്തു. ആ സ്ഥലത്തെ മോളിക്യൂൾസ്, അതായത് ആ കല്ലിന് ചുറ്റും കിടന്ന വെള്ളത്തിന്റെ കണികകള് ഈ കല്ലവിടെ വന്നതുകൊണ്ട് ഓസിലേറ്റ് ചെയ്തു. ഓസിലേറ്റ് ചെയ്യാന്നുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടില്ലേ? കഴിഞ്ഞ ലെസൺ ഓസിലേഷൻ ആയിരുന്നല്ലോ. അപ്പൊ ഇത് വെള്ളത്തിന്റെ പ്രതലമാണ്. ഈ വെള്ളത്തിന്റെ പ്രതലം ഇക്വിലിബ്രിയം അഥവാ മീൻ പൊസിഷൻ ആണെന്ന് കരുതിയാൽ, ഈ കല്ലിട്ടപ്പോ മോളിക്യൂൾസ് ഓഫ് വാട്ടർ മുകളിലേക്കും താഴേക്കും വൈബ്രേറ്റ് ചെയ്തു. അതായത് ആ ഡിസ്റ്റർബൻസ് വെർട്ടിക്കലി അപ്പ് ആൻഡ് ഡൗൺ വൈബ്രേറ്റ് ചെയ്തു, അഥവാ ഓസിലേറ്റ് ചെയ്തു. പക്ഷെ വാട്ടർ സർഫസ് അങ്ങനെ തന്നെ നിലനിന്നു. എന്നിട്ട് വേവ് ആ വാട്ടർ സർഫസിൽ കൂടെ അങ്ങനെ കടന്നുപോയി. അപ്പോ എനർജിയാണ്, ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് എനർജിയാണ് കല്ലിട്ടടത്ത് നിന്ന് പുറത്തേക്ക് ഇങ്ങനെ പോയത്. അപ്പൊ വേവ് ഈ ഡയറക്ഷനിലാണ് പോയത്. പക്ഷേ ഈ മീഡിയം, പാർട്ടിക്കിൾ ഓഫ് ദ മീഡിയം വെർട്ടിക്കലി അപ്പ് ആൻഡ് ഡൗൺ ആണ് പോയത്. ഇനി മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കിയാലോ. ഇതെന്താണ്? ഒരു സ്പ്രിങ് ആണല്ലേ. ഈ സ്പ്രിങ്ങിനെ ഞാൻ വലിച്ചു, ദാ പോണു. ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ, വലിച്ചു വിട്ടു. അപ്പോൾ ആ സ്പ്രിങ്ങിന്റെ ഓസിലേഷൻ എങ്ങനെയാ? നമ്മൾ കഴിഞ്ഞ ലെസണിൽ ഓസിലേഷൻ പഠിച്ചിട്ടുണ്ട്, ടു ആൻഡ് ഫ്രോ മോഷൻ. അപ്പൊ ഈ സ്പ്രിങ്, ഇതാണ് അതിന്റെ ഒറിജിനൽ റെസ്റ്റ് പൊസിഷൻ എങ്കിൽ, ഈ സ്പ്രിങ് ഈ പോയിന്റിനെ
റെസ്റ്റാക്കി വെച്ചുകൊണ്ട് ഇങ്ങോട്ടും 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 ഈ ഡയറക്ഷനിലാണ് അത് ഓസിലേറ്റ് ചെയ്തത്. അപ്പോൾ സ്പ്രിങ്ങിന്റെ പാർട്ടിക്കിൾസ് ഓസിലേറ്റ് ചെയ്തത് ഇടത്തോട്ടും വലത്തോട്ടും ഇടത്തോട്ടും വലത്തോട്ടും. അതേസമയം മുകളിലുള്ള വാട്ടർ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്തത് മുകളിലേക്കും താഴേക്കും മുകളിലേക്കും താഴേക്കും. എന്ന് വെച്ചാൽ ഈ പാർട്ടിക്കിൾ ഇതിനകത്ത് സ്പ്രിങ് പാർട്ടിക്കിൾസ്, അതാ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം ഓസിലേറ്റ് ചെയ്യുന്നു. ഇവിടെയും പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം ഓസിലേറ്റ് ചെയ്യുന്നു, അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഓസിലേറ്റ് ചെയ്യുന്നു. അപ്പൊ എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ദ പ്രൊപ്പഗേഷൻ ഓഫ് വേവ്സ് ത്രൂ എ സ്പ്രിംഗ് ആസ് കംപ്രഷൻ ആൻഡ് റെയറിഫ്രാക്ഷൻ. കംപ്രഷൻ, റെയറിഫ്രാക്ഷൻ. അത് ഈ ചിത്രത്തിൽ ഒന്നും കൂടെ നോക്കിക്കോളൂ. ഇവിടെ കംപ്രസ്ഡ് ആയി, പിന്നെ അത് ലൂസായി, പിന്നെ അത് കംപ്രസ്ഡ് ആയി. ഇത് നോക്കൂ, കണ്ടോ? ചുരുങ്ങി നിവർന്നു, ചുരുങ്ങി നിവർന്നു. ചുരുങ്ങിയതിനെയാണ് നമ്മൾ കംപ്രഷൻ എന്ന് പറയുക, നിവർന്നതിനെയാണ് നമ്മൾ റെയറിഫ്രാക്ഷൻ എന്ന് പറയുക. അപ്പോൾ ഇതിന് നമ്മൾ കംപ്രഷൻ ആൻഡ് റെയറിഫ്രാക്ഷൻസ് തരുന്നത് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. അതേസമയം ഇവിടെ തരുന്ന ഇത് ശ്രദ്ധിച്ചോളൂ, അപ്പ് ആൻഡ് ഡൗൺ, അപ്പ് ആൻഡ് ഡൗൺ, അപ്പ് ആൻഡ് ഡൗൺ. ഈ അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ക്രസ്റ്റും ട്രഫുമാണ് തരിക. അതിന് നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയും. തുടർന്നുള്ള വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കും. ഇവിടെ നോക്കൂ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷണമാണ്. നന്നായി മനസ്സിലാക്കണം ഈ വീഡിയോ. ഇതൊരു സ്ട്രിങ് ആണ്, ഒരു സാധാരണ ഒരു ചരട്. ഇതിന്റെ ഒരറ്റത്ത് അദ്ദേഹം പിടിച്ചിരിക്കുന്നു, മറ്റേ അറ്റം ഇവിടെ ഫിക്സ്ഡ് ആണ്. ഇതിവിടെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പോൾ ഈ സ്ട്രിങ്ങിന് ഇവിടെ മുതൽ അദ്ദേഹത്തിന്റെ കൈവരെ നീളമുണ്ട്. സപ്പോസ് ഇതിന്റെ മുകളിൽ ഒരു സെലോ ടേപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം, ഒരു ചോപ്പ കളറിൽ ഒരു ടേപ്പ് ഇതിന്റെ മുകളിൽ ഒട്ടിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇദ്ദേഹം ഇത് അനക്കുകയാണ്. അപ്പോ ആ ടേപ്പ്, ഇതിന്റെ മുകളിൽ ഉണ്ടായിരുന്ന ടേപ്പ്, സപ്പോസ് ഇവിടെയാണ് ആ ടേപ്പ് ഉണ്ടായിരുന്നതെന്ന് വിചാരിക്കുക. ഇദ്ദേഹം ഇത് ഇളക്കുന്നതിന്റെ പേരിൽ ആ ടേപ്പ് അവിടുന്ന് മുമ്പോട്ടോ താഴോട്ടോ പോകുമോ? ഇല്ലല്ലോ. ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ടേപ്പ്, ഇവിടെ ഒരു ചുവപ്പ കളറിൽ സെലോ ടേപ്പ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഇദ്ദേഹം ഇത് കുലുക്കുന്നതിന്റെ പേരിൽ ആ ടേപ്പ് അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറുമോ? മാറുമോ? എന്താ അഭിപ്രായം? മാറില്ല, ഒരു കാരണവശാലും മാറില്ല. പക്ഷേ നമുക്കിത് വേവായിട്ട് കാണുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ പൊന്തിത്താന്ന് പോകുന്നത് എന്നാണ് ചോദ്യം. ഇതിനെ നമ്മൾ ക്രസ്റ്റ് എന്ന് പറയും, ഇതിനെ നമ്മൾ ട്രഫ് എന്ന് പറയും. ഡിസ്പ്ലേസ്മെന്റ് കൂടിയ സ്ഥലം, ഡിസ്പ്ലേസ്മെന്റ് കൂടിയ സ്ഥലം. ഇത് +x y ഡയറക്ഷനിലാണെങ്കിൽ ഇത് -y ഡയറക്ഷൻ. അത്രമാത്രം. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈ സ്ട്രിങ്ങിലുള്ള ഓരോ പാർട്ടിക്കിൾസും ഓരോ സമയത്ത് ഓരോ തരത്തിൽ ചലിക്കുന്നു. ചിലര് മുകളിലോട്ട്, ചിലര് താഴോട്ട്, ചിലര് മുകളിലോട്ട്, ചിലര് താഴോട്ട്. അങ്ങനെ ഈ സ്ട്രിങ്ങിലുള്ള എല്ലാ പാർട്ടിക്കിൾസും, ഇവിടം മുതൽ ഇവിടം വരെ നീളമുള്ള ഈ സ്ട്രിങ്ങിലെ മുഴുവൻ പാർട്ടിക്കിൾസും അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർ ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെയാണ് ചലിക്കുന്നത്. ഈ സ്ട്രിങ്ങിന് നീളം കൂടിയിട്ടില്ല, നീളം കുറഞ്ഞിട്ടില്ല. ആ സ്ട്രിങ്ങിന്റെ മുകളിൽ ഉണ്ടാവുന്ന നമുക്ക് ഈ കാണുന്ന വേവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇതിലുണ്ടായിരിക്കുന്ന ഡിസ്റ്റർബൻസ്, ഈ സ്ട്രിങ്ങിന് നമ്മളുണ്ടാക്കിയ ഡിസ്റ്റർബൻസ് മുകളിലേക്കും താഴേക്കും ചലിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ആദ്യം ഇവിടം പൊന്തി, പിന്നെ ഇവിടെ താന്നു. അവിടെ റീപ്ലേ ചെയ്യുമ്പോൾ അറിയാം. റീപ്ലേ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു നോക്കൂ, കണ്ടോ? ആദ്യം ഈ അറ്റം താന്നു, പിന്നെ ഈ അറ്റം പൊന്തി, പിന്നെ താന്നു പൊന്തി. ഇവിടെ കൈ പോകുന്നത് ശ്രദ്ധിച്ചോളൂ, അപ്പൊ മനസ്സിലാവും. താന്നു പൊന്തി, താന്നു പൊന്തി. കണ്ടോ? കൈ ഇപ്പൊ താന്നു പൊന്തി, താന്നു പൊന്തി. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടോ? വ്യക്തിയുടെ കൈ താഴുന്നു പൊങ്ങുന്നു, താഴുന്നു പൊങ്ങുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹം പിടിച്ചിരിക്കുന്ന ആ അറ്റം സ്ട്രിങ്ങിന്റെ കുറച്ച് പാർട്ടിക്കിൾസ് ആണ്. ആ പാർട്ടിക്കിൾ പൊങ്ങുന്നു താഴുന്നു. അതുപോലെ തന്നെ ഈ സ്ട്രിങ്ങിലെല്ലാം ഓരോ പോയിന്റിലെ പാർട്ടിക്കിൾസും പൊങ്ങുകയും താഴുകയും ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷെ സ്ട്രിങ് നീളം കൂടിയിട്ടില്ല, കുറഞ്ഞിട്ടില്ല.
അപ്പൊ ഇദ്ദേഹത്തിന്റെ കൈ മുകളിലേക്കും താഴേക്കും പൊന്തുന്നതിനനുസരിച്ച് ഈ പാർട്ടിക്കിൾ, ഇതിലെ ഓരോരോ പാർട്ടിക്കിൾസിനും അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ഉണ്ടാവുന്നു, ഓസിലേഷൻ ഉണ്ടാവുന്നു. അതേസമയം ഈ പാർട്ടിക്കിൾ ഒരു കാരണവശാലും ഒരു സ്ഥലത്ത് നിന്ന് മറുഭാഗത്തേക്ക് മാറുന്നില്ല. അതാണ് വേവിന്റെ ഡെഫിനിഷൻ. ദ പ്രൊപ്പഗേഷൻ ഓഫ് ഡിസ്റ്റർബൻസ്. അപ്പൊ ആരാ ചലിക്കുന്നത്? പ്രൊപ്പഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ചലിക്കുക. അപ്പൊ ആരാണ് ചലിക്കുന്ന ആള്? ആരാണ് ചലിക്കുന്നത്? ഡിസ്റ്റർബൻസ്. എവിടുന്ന് എങ്ങോട്ട്? ഇവിടെ തുടങ്ങിയ ഡിസ്റ്റർബൻസ് അത് അടുത്ത ആൾക്ക് കൈമാറി, അടുത്ത ആൾക്ക് കൈമാറി, ഓരോരുത്തർക്ക് കൈമാറി 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 ആ ഡിസ്റ്റർബൻസ് ഫ്രം വൺ പോയിന്റ് ടു അനദർ വിത്തൗട്ട് ദ ട്രാൻസ്ലേറ്ററി മോഷൻ. ട്രാൻസ്ലേറ്ററി മോഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ട്രെയിറ്റ് ലൈൻ മോഷൻ, റെക്ടിലീനിയർ മോഷൻ എന്നൊക്കെ പറയും. ട്രാൻസ്ലേറ്ററി മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം ഇസ് കോൾഡ് വേവ് മോഷൻ. അപ്പൊ എന്താ വേവ് മോഷൻ എന്ന് പറയാ? ഒറ്റ വാക്കിൽ വേവ് മോഷൻ ചോദിച്ചാൽ എന്താ പറയുക? ഒറ്റ വാക്ക് എന്താണ്? പ്രൊപ്പഗേഷൻ ഓഫ് ഡിസ്റ്റർബൻസ്. അത്രമാത്രം. ആരാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അഥവാ ചലിക്കുന്നത്? ഡിസ്റ്റർബൻസ്. ഇനി കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മോഷൻ ഓഫ് ഡിസ്റ്റർബൻസ്. ഇവിടെ നമ്മൾ ഒരു കല്ലിട്ടാൽ ആ കല്ലുണ്ടാക്കുന്ന ഡിസ്റ്റർബൻസ് ആണ് വെള്ളത്തിൽ കൂടെ മുമ്പോട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ ഒരു വയറിനെ ചലിപ്പിച്ചാൽ ആ ചലിപ്പിക്കലാണ് ഇതിൽ കൂടെ കയറി ഇറങ്ങി പോകുന്നത്. കിട്ടിയല്ലോ? അപ്പോ വേവ് മോഷൻ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.